ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെർവസ് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു വർക്കാണ്. അതെഴുതിയത് സിറ്റ്സി ഡാങ്ക്രബ്ക എന്ന് പറയുന്ന ഒരു സിംബാബ്വെ എഴുത്തുകാരിയാണ്. ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ ബ്ലാക്ക് വുമൻ ഫ്രം സിംബാബ്വെ. സിംബാബ്വേയിൽ നിന്നും ബ്ലാക്ക് വുമൻ പബ്ലിഷ് ചെയ്യപ്പെട്ട ആദ്യത്തെ ബുക്കാണ്. 1988 UK-യിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച സിംബാബ്വെ എഴുത്തുകാരിയായ സിറ്റ്സി ഡാങ്ക്രബ്കയുടെ വർക്കാണ് നെർവസ് കണ്ടീഷൻ. ഇനി നമുക്ക് ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോവാം. ഇതിനകത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് തമ്പുവാണ് നറേറ്റർ. ഇതൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ് കേട്ടോ. തമ്പുവാണ് നറേറ്റർ. തമ്പുവിൻ്റെ അച്ഛനും അമ്മയാണ് ജെറേമിയ ആൻഡ് മാങ്ഷിങ്കായി. അടുത്ത ക്യാരക്ടറാണ് നൈഷ. തമ്പുവിൻ്റെ ഫസ്റ്റ് കസിനാണ് നൈഷ, തമ്പൂസ് ഫസ്റ്റ് കസിൻ. അടുത്തത് ബാബ മുക്കുറു, തമ്പുവിൻ്റെ അങ്കിളാണ്. അവരുടെ ഫാമിലി ഹെഡും കൂടിയാണ്. അത് തന്നെയുമല്ല, നൈഷയുടെ ഫാദറാണ്. അടുത്തത് മൈഗുരു നൈഷയുടെ മദറാണ്. പിന്നെ ചിഡോ നൈഷയുടെ ബ്രദറാണ്. ജെറേമിയ ഞാൻ ഓൾറെഡി പറഞ്ഞു. ജെറേമിയ നമ്മുടെ നറേറ്ററായ തമ്പുവിൻ്റെ അച്ഛനാണ്. അത് തന്നെയുമല്ല, ബാബ മുക്രുവിൻ്റെ ബ്രദറും കൂടിയാണ്. അടുത്തത് മാഷിങ്കായി, തമ്പുവിൻ്റെ മദർ. ലൂസിയ, മാഷിങ്കായിസിൻ്റെ സിസ്റ്റർ. അടുത്ത ക്യാരക്ടറാണ് നാമോ. അത് തമ്പുവിൻ്റെ ബ്രദറാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. ഇതിൻ്റെ നറേറ്റർ തമ്പുവാണ്. തമ്പുവിൻ്റെ ഫാമിലി വളരെയധികം ദാരിദ്ര്യത്തിലായതുകൊണ്ട് തന്നെ തമ്പുവിനെ അവർ സ്കൂളിലേക്ക് അയച്ചില്ല. അതായത് അച്ഛനും അമ്മയും സ്കൂളിലേക്ക് അയച്ചില്ല. പക്ഷേ അവിടുത്തെ ആൺകുട്ടിയായ നമ്പോയെയാണ് പഠിക്കാനായിട്ട് അയച്ചത്. തമ്പുവിനാണെങ്കിൽ പഠിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പണമില്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് അവൾക്ക് പഠിക്കാൻ പറ്റാത്തത്. അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി അവൾ ഓരോ ആലോചനകൾ നടത്തി അവസാനം കണ്ടുപിടിച്ച ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ഗ്രോ ചെയ്യുക, അത് വിറ്റ് കാശുണ്ടാക്കുക, എന്നിട്ട് പഠിക്കാൻ പോവുക. അങ്ങനെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. വെജിറ്റബിൾ ഗ്രോ ചെയ്യാനും അത് വിൽക്കാനും കാശുണ്ടാക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അവൾ പൈസയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒരു ദിവസം അവളുടെ ഗാർഡനിൽ നിന്ന് നാമോ മോഷണം നടത്തി. അവൾ പിടിക്കുകയും ചെയ്തു. ആരാണോ മോഷ്ടിച്ചത്, എന്താണോ മോഷ്ടിച്ചത്, അവളത് കണ്ടുപിടിക്കുകയും അടിയുണ്ടാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവൾ പണിയെടുത്ത് തന്നെ പണമുണ്ടാക്കി പഠിക്കാൻ ആരംഭിച്ചു. അവൾ അങ്ങനെ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയുള്ള തമ്പുവിൻ്റെ ടീച്ചറായ മിസ്റ്റർ മാറ്റിമ്പ, അടുത്ത ക്യാരക്ടറാണ്. തമ്പുവിൻ്റെ ഒരു ടീച്ചറാണ് മിസ്റ്റർ മാറ്റിമ്പ. അവളെ ഉംറ്റാലിയിലേക്ക് കൊണ്ടുപോയി. ഉംറ്റാലി എന്ന് പറയുന്നത് ഒരു ലോക്കൽ അർബൻ സെൻറ്ററാണ്. ഉംറ്റാലിയിലേക്ക് കൊണ്ടുപോയി അവിടെ കോണൊക്കെ വിൽക്കാൻ പറ്റും. അതായത് അവൾ പണിയെടുത്തുണ്ടാക്കിയ വെജിറ്റബിൾസും ഒക്കെ വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഡോറിസ് എന്ന വൈറ്റ് വുമൺ അവരുടെ ഹസ്ബൻഡും ഈ തമ്പുവിനോട് പാവം തോന്നിയിട്ട് മിസ്റ്റർ മാറ്റിമ്പയ്ക്ക് 10 പൗണ്ട്സ് അവളുടെ എഡ്യൂക്കേഷന് വേണ്ടി കൊടുത്തു. ഇനി നമ്മൾ കാണുന്നത് ബാബ മുക്രുവിൻ്റെയും അവരുടെ വൈഫായ മൈഗുരുവിൻ്റെയും 2 കുട്ടികളായ ചിഡോയുടെയും നൈഷയുടെയും കാര്യമാണ്. അവർക്ക് ഇംഗ്ലണ്ടിൽ നിന്നും, അതായത് വിദേശ സ്ഥലത്തു നിന്നൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞതിൻ്റെയൊക്കെ ഒരു കൾച്ചറൊക്കെ ഉണ്ട്, ഒരു വെസ്റ്റേൺ കൾച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും പഠനം കഴിഞ്ഞ് വരുന്നവരെ വെൽക്കം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പരിപാടി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഡാൻസും ഫുഡും ഒക്കെ ആയിട്ട് നന്നായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ബാബ മുക്കുരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓഫർ വെച്ചു. അയാൾ ആ ഫാമിലിയിലെ ഹെഡും കൂടിയാണല്ലോ. അപ്പോൾ ഒരു ഓഫർ വെച്ചു. തമ്പുവിൻ്റെ ക്ലാനിലെ ആരെയെങ്കിലും എഡ്യൂക്കേഷൻ നൽകാമെന്നായിരുന്നു ഓഫർ. അതിനുവേണ്ടി അവർ സെലക്ട് ചെയ്തത്
നാമോയയായിരുന്നു. അവിടെയും പാവം തമ്പു തഴയപ്പെടുകയാണ് ചെയ്തത്. അത് തമ്പുവിന് ഭയങ്കര അധികം വിഷമം ഉണ്ടാക്കി. അവൾ ഈ ഓഫർ വയ്ക്കുമ്പോഴെങ്കിലും അവൾക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള ഒരു വഴിയാകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെയും ആൺകുട്ടിയായ നമോയ്ക്കായിരുന്നു പ്രിഫറൻസ്. അവിടെയും തമ്പു നല്ല മാന്യമായി തന്നെ തഴയപ്പെട്ടു. അങ്ങനെ നമോയ്ക്ക് മിഷൻ സ്കൂളിൽ അഡ്മിഷനായി. പെട്ടെന്ന് നമോയുടെ മരണം നടക്കുകയാണ് ചെയ്തത്. കാരണം അസുഖം പിടിപെട്ട് മരണം നടന്നു. അതുകൊണ്ട് ആ ഓഫർ തമ്പുവിനാണ് ലഭിച്ചത്. അതായത് ഓഫർ ലഭിച്ചത് പിന്നെ തമ്പുവിനാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്ര ഒത്തിരി ആഗ്രഹത്തോടെ അത്രയ്ക്ക് ആഗ്രഹിച്ച് കിട്ടിയ ഒന്നായിരുന്നു അവൾക്ക്. അതുകൊണ്ട് അവൾക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഒരു പുതിയ കൾച്ചറിൻ്റെ ഭാഗമാകാനായിട്ട് അവൾക്കൊരവസരം ലഭിച്ചു. പുതിയ കൾച്ചറിൻ്റെ ഭാഗമാകാൻ അവൾ മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബാബ മക്രൂൻ്റെ ഫാമിലി വെസ്റ്റേൺ കൾച്ചറിൽ പഠിച്ചു വന്നവരായതുകൊണ്ട് ആ കൾച്ചറിലേക്ക് ആര് മാറ്റപ്പെട്ടു? നമ്മുടെ തമ്പു മാറ്റപ്പെട്ടു. ഇപ്പോൾ തമ്പുവിൻ്റെ സ്റ്റൈലൊക്കെ മാറി. നൈഷയും തമ്പുവും തമ്മിൽ നേരത്തെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം തമ്പു വെസ്റ്റേൺ കൾച്ചറൊക്കെ പഠിക്കാത്തതും എഡ്യൂക്കേഷൻ ഇല്ലാത്തതും ഒക്കെ ആയ ഒരാളായതുകൊണ്ട് നൈഷയുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടായിരുന്നു നിൽക്കാറ്. പക്ഷേ ഈ ഒരു ഓഫർ കിട്ടി പഠിക്കാനായിട്ട് മാറിയപ്പോൾ, അവളുടെ സ്റ്റൈലൊക്കെ മാറിയപ്പോൾ നൈഷയും തമ്പുവും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസൊക്കെ മാറി. ഇപ്പോൾ നൈഷയുടെയും തമ്പുവിൻ്റെയൊക്കെ കൾച്ചർ സെയിം ആയതാണ് അതിന് കാരണം. തമ്പു പുതിയ അറ്റ്മോസ്ഫിയറിൽ ഒത്തിരി എക്സൈറ്റഡായി. നൈഷയ്ക്ക് തൻ്റെ അച്ഛൻ ബാബ മക്രൂവിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം ഈ നൈഷയ്ക്ക് ഒരു ബോയിയുമായിട്ടുള്ള പെരുമാറ്റം കണ്ടിട്ടാണ് ബാബ മക്രൂവിന് അത് ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് തന്നെ ബാബ മക്രൂവായ തൻ്റെ അച്ഛനെ നൈഷയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇതിനിടയിൽ തമ്പുവിൻ്റെ മദറിന് ഒരു മോൻ ജനിക്കുന്നുണ്ട്. പിന്നെ തമ്പു നന്നായിട്ട് പഠിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറേ നൺസ് വന്നിട്ട് ഒരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യും. അപ്പോൾ തമ്പു നന്നായിട്ട് പെർഫോം ചെയ്യുകയും സ്കോളർഷിപ്പ് ലഭിക്കുകയും വീണ്ടും ഹയർ എഡ്യൂക്കേഷന് പോകാനായിട്ട് പറ്റുകയും ചെയ്തു. അവൾക്ക് പഠിക്കാൻ ഒത്തിരി ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അവസരം ലഭിച്ചപ്പോൾ ആ അവസരം നന്നായിട്ട് അവൾ ഉപയോഗിക്കുകയും സ്കോളർഷിപ്പൊക്കെ ലഭിക്കുകയും ഹയർ എഡ്യൂക്കേഷനിലേക്ക്, അതായത് വിദ്യാഭ്യാസം തുടർന്ന് പോകാനായിട്ടും അവൾക്ക് സാധിച്ചു. ഇതിനിടയിൽ അവളുടെ അമ്മയ്ക്ക് വയ്യാതാവുന്നുണ്ട്. ലൂസിയാണ് കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അത് പിന്നീട് കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, അസുഖമൊക്കെ കുറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് തമ്പു തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ നൈഷയെ എവിടെയും കാണുന്നില്ല. നൈഷയെപ്പറ്റി യാതൊരു അറിവുമില്ല. പിന്നീട് അറിയുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളെ ഉപേക്ഷിച്ച മട്ടാണെന്നും പിന്നെ അവളുടെ അൺസിമ്പതറ്റിക് ആയിട്ടുള്ള ഫാദറിൻ്റെ ഒപ്പം കഴിയേണ്ടി വരുന്ന അവസ്ഥയിലാണെന്നും ഒക്കെ നമ്മുടെ തമ്പു മനസ്സിലാക്കിയാണ്. അൺസിമ്പതറ്റിക് ആയിട്ടുള്ള ഫാദർ എന്ന് പറയുന്നത് നൈഷയും അച്ഛനും തമ്മിൽ നല്ല ടേംസിലല്ല നേരത്തെ ഇഷ്യൂ കാരണം. അതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു അകൽച്ചയുണ്ട്. അപ്പോൾ നൈഷയുടെ അവസ്ഥ ഇങ്ങനെയായി മാറുന്നത് കൊണ്ട് വേറെ മാർഗ്ഗമില്ലല്ലോ, അച്ഛൻ്റെ കൂടെ തങ്ങുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അൺസിമ്പതറ്റിക് ഫാദറിൻ്റെ ഒപ്പം കഴിയേണ്ടി വരുന്ന അവസ്ഥ എന്നൊക്കെ ഇവിടെ പറയേണ്ടി വരുന്നത്. നല്ല കൾച്ചറിലും നല്ല സ്റ്റൈലിലും നല്ല കോൺഫിഡൻസിലൊക്കെ നടന്നിരുന്ന നൈഷ ആകെ മാറി. അവൾക്ക് സിവിയർ ഈറ്റിംഗ് ഡിസോർഡറൊക്കെയാണ്. ഇപ്പോൾ സിവിയർ ഈറ്റിംഗ് ഡിസോർഡറൊക്കെ വന്നതോടുകൂടി അവളുടെ സൈക്കോളജിക്കൽ മൈൻഡ് സെറ്റൊക്കെ ആകെ മാറി. അങ്ങനെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരുന്ന അവസ്ഥ വരെ എത്തി. അവളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ അതല്ലാതെ വേറൊരു മാർഗമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് കൊളോണിയൽ ഇൻഫ്ലുവൻസ് നൈഷയെ മെൻ്റലി ഇല്ലാക്കുന്നു എന്നതാണ്. ചിഡോയ്ക്ക് ഈ സമയത്ത് ഒരു വൈറ്റ് ഗേൾ ഫ്രണ്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നൈഷ അവളെ തമ്പുവിനെ അഡ്വൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: വെസ്റ്റേൺ കൾച്ചർ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് അതിൽ കൂടുതൽ ഇൻവോൾവ് ആകരുത്, അതിൽ നിന്നും കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ നൈഷയുടെ അനുഭവം കൊണ്ട് നമ്മുടെ തമ്പുവിനെ പഠിപ്പിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ കൾച്ചർ മാറുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒരു പെൺകുട്ടി എഡ്യൂക്കേഷന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതും ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ഒക്കെയാണ് ഈ കഥയിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് എവിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന 2 തീംസാണ് ജെൻഡറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഫീമെയിൽ ഒപ്രഷൻ ഉണ്ട് അല്ലേ. തമ്പു എത്രയൊക്കെ ഒപ്രസ്ഡായി, എത്രയൊക്കെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ഏറ്റവും വലിയ ഡ്രീമാണ്. അയാൾ സമൂഹത്തിൽ അയാളുടെ അവകാശമായി മാറിയ ഒരു സമയമാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ. അപ്പോൾ ഫീമെയിൽ ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ്റെ പേരിൽ ഒത്തിരി ഉണ്ട്. പിന്നെ രണ്ടാമതായി വരുന്നത് കൊളോണിയലിസം. അതിന് നമുക്ക് ക്യാരക്ടർ എടുത്തു പറയാൻ പറ്റുന്നത് നൈഷയാണ്. നൈഷ സ്ട്രഗിൾ വിത്ത് റേസ് ആൻഡ് കൊളോണിയലിസം. അവളൊരു വെസ്റ്റേൺ കൾച്ചറിൽ അടിമപ്പെട്ടു പോയിട്ടാണ് സൈക്യാട്രിസ്റ്റിനെ വരെ കാണിക്കേണ്ടി വരുന്ന അവസ്ഥയും മെൻ്റലി ഇല്ലാവുകയും റിക്കവേർഡ് ആവുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓർത്തിരിക്കുക, ജെൻഡർ ആൻഡ് കൊളോണിയലിസം ആർ ദ മേജർ important themes in this work. Thank you.